ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തോമസ് അവർ, പ്രിയപ്പെട്ട ചന്ദ്രൻ ചങ്കത്ത്, എൻ്റെ സഹോദരനായ ചന്ദ്രേട്ടൻ, രവി ചങ്കത്ത്, വടക്കുംപാട്, ജസൻ മാഷ്, ഇങ്ങനെ സദസ്സിൽ നോക്കുമ്പോൾ പേരെടുത്ത് പറയേണ്ട കുറേ ആളുകൾ കാണാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രാധാന്യമേറിയ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. PI സൈമൺ മാഷ് നല്ല അധ്യാപകനായിരുന്ന ആളാണ്. 2003 വിരമിച്ച ആളാണ്. അതിൻ്റെ പ്രായം 2002. ഈ കോവിഡ് കാലത്ത് അദ്ദേഹം ചെയ്ത മഹത്തായ ഒരു സാംസ്കാരിക ആത്മീയ സേവനം, വിശുദ്ധ ബൈബിൾ. അദ്ദേഹം നേരത്തെ നിത്യം പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ബൈബിൾ വീണ്ടും വീണ്ടും വായിക്കുകയും അതിൽ നിന്ന് സവിശേഷമായൊരു പഠനം ദർപ്പണം എന്ന പേരിൽ തയ്യാറാക്കുകയും ചെയ്തു. ഈ പുത്തൂർ കുടുംബ ട്രസ്റ്റ്, പുത്തൂർ കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ 500 ആളുകളെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഗുരുവായൂർ തിരുവനന്തപുരം പ്രദേശത്ത് തലമുറകളായി പുത്തൂർ കുടുംബം ഗുരുവായൂരിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കും. ഈ പ്രദേശമാകട്ടെ സെയിൻറ്റ് തോമസ്, യേശുദേവൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന സെയിൻറ്റ് തോമസ് നേരിട്ട് വന്ന് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന പാലയൂര പള്ളി അടുത്തല്ല എന്ന് കരുതപ്പെടുന്നു. പാലയൂർ പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഗുരുവായൂർ അമ്പലവും പാലയൂർ പള്ളിയും ജുമാ മസ്ജിദും ഒക്കെ ഒരുമിച്ച് ഒരു മഹത്തായ മാനവ സംസ്കാരം വിളംബരം ചെയ്യുന്ന പ്രദേശമാണ്. അവിടെയാണ് വളരെ പ്രസക്തമായ പഠനം. ഞാൻ ഇതിന് ആമുഖമായിട്ടൊക്കെ പറയുന്നു. ഇന്നല്ല എന്നും മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവുന്ന കാര്യം, ഒരു മതഗ്രന്ഥവും അതിന് പ്രേരിപ്പിക്കുന്നില്ല. ഒരു മതഗ്രന്ഥത്തിലും സ്പർദ്ധയുടെയോ വെറുപ്പിൻ്റെയോ സന്ദേശങ്ങൾ ഒരു ചെറിയതായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയില്ല. എൻ്റെ എളിയ അറിവ് വെച്ച് ഞാൻ വായിച്ച മതഗ്രന്ഥങ്ങളിലൊന്നും തന്നെ സ്പർദ്ധയുടെയോ വെറുപ്പിൻ്റെയോ അകൽച്ചയുടെയോ സന്ദേശങ്ങളില്ല തന്നെ. എല്ലാ മതക്കാരും എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ വിചാരം. ഞാൻ എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് കുറേ വായിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അങ്ങനെ 4 സുവിശേഷകന്മാർ ഒരുപോലെ പറഞ്ഞ കാര്യം, 3 സുവിശേഷകന്മാർ ഒരുപോലെ പറഞ്ഞ കാര്യം, 2 സുവിശേഷകന്മാർ ഒരുപോലെ പറഞ്ഞ കാര്യം ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് അതിൽ മാഷുടേതായ വിചിന്തനങ്ങൾ ചേർത്തുകൊണ്ട് ബൈബിളിനെ ക്രിസ്തുമത വിശ്വാസികൾക്ക് മാത്രമല്ല ഇതര മതവിശ്വാസികൾക്കും ആഴത്തിൽ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാന്തരം ഒരു കൈപ്പുസ്തകമായിട്ടാണ് ദർപ്പണം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചൊരു പരിചയപ്പെടുത്തലൊക്കെ ഉണ്ടാവും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതിൽ ഈ പറയുന്നത് പോലെ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മതഗ്രന്ഥങ്ങളിലെ മാനവികത എന്നതിന് ഉന്നതമായ ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് അദ്ദേഹം എടുത്തു നിരത്തിയിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ബൈബിളിൽ ഏറ്റവും ആഴത്തിൽ വായിച്ചിട്ടുള്ള ഒരു ഭാഗം കൊറിന്ത്യർക്കുള്ള കത്തുകളാണ്. അതിൽ സ്നേഹത്തെക്കുറിച്ച്, എനിക്ക് ബൈബിളിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം കൊറിന്ത്യർക്കുള്ള കത്തുകളാണ്. അതിൽ സ്നേഹം ദ്വേഷിക്കുന്നില്ല, സ്നേഹം വിധിക്കുന്നില്ല, സ്നേഹം കൽപ്പിക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ഒരുവൻ എന്ത് തന്നെ നേടിയാലും അവനിൽ സ്നേഹമില്ലെങ്കിൽ അവൻ്റെ ശബ്ദം ചിലമ്പുന്ന ചേങ്ങിലത്തിൻ്റെ മുഴക്കം പോലെയായിരിക്കും, അർത്ഥശൂന്യമായിരിക്കും. അപ്പം ഞാൻ ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ എന്നിൽ സ്നേഹമില്ലാതെയാണ് ഞാനിത് പറയുന്നതെങ്കിൽ, യാന്ത്രികമായിട്ടാണ് പറയുന്നതെങ്കിൽ അതൊരു മുഴക്കം പോലെ മാത്രമേ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. അത് അർത്ഥമുണ്ടാവുകയില്ല. ഞാനറിയില്ല എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ സ്നേഹശൂന്യമായിട്ടല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്നേഹം ഈ വാക്കുകളിൽ പ്രതിഫലിപ്പിക്കാൻ പരമാവധി ശ്രമിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ദൈവപുത്രനെ, തൻ്റെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്നു. എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ ലോകസ്നേഹം, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ലോകത്ത് വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദവാക്യം ദൈവം സ്നേഹമാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. തിരിച്ചും പറയാം, സ്നേഹം ദൈവമാകുന്നു.
അപ്പോൾ സ്നേഹത്തിൽ ഊന്നിയതാണ് യഥാർത്ഥമായ മതദർശനങ്ങളുടെ കാതൽ. സ്നേഹത്തിൽ ഊന്നുന്ന ദർശനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചാൽ മാനവികതയല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ പറഞ്ഞില്ലേ, ഏകജാതരായ ആളുകളാണ് നമ്മളെല്ലാം, വേറെ വേറെ ആണെന്ന് പറഞ്ഞിട്ടില്ല. അവനെ കൂടാതെ ഒന്നും തന്നെ ഉളവായിട്ടില്ല എന്ന്, ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല എന്ന് അടിവരയിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ നേടിയതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ എല്ലാം എല്ലാവരുടേതുമാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം എല്ലാവരും സമന്മാരുമാണ്. ഇത് ഏറെയും കുറഞ്ഞു വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരു വചനം, അല്ലെങ്കിൽ അത് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വചനം, മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇത് ബൈബിളിൽ നോക്കിയാലോ അതെ, പിന്നിലേക്ക് പോയാൽ ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളായി ലോകത്ത് വ്യാപിച്ചതാണ് ഈ മാനുഷ്യം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആദം നബി, ആദം പ്രവാചകൻ എന്ന് പറയുന്നെങ്കിൽ ആദം നബിയെ പ്രധാനപ്പെട്ട ആദ്യത്തെ മനുഷ്യനായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. ദൈവം വിശുദ്ധ ഖുർആനിൽ പറയും, ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദമിന്റെ സന്തതി പരമ്പരകളെ ദൈവം ആദരിക്കുന്നു. ദൈവം അങ്ങോട്ട് ആദരിക്കുന്നു, കാരണം അവർക്ക് ദൈവത്തിന്റെ ഖലീഫയായി പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാണ്. ദൈവത്തിന്റെ ഖലീഫയായി മനുഷ്യൻ പ്രവർത്തിക്കണം. മനുഷ്യനാണ്, ഞാൻ സൈമൺ ചേട്ടൻ്റെ ഒരു ആവശ്യം വന്നാൽ ദൈവം വന്നത് നടപ്പാക്കി കൊടുക്കുകയല്ല, ഞാൻ ചെന്നത് നിവൃത്തി ചെയ്തു കൊടുക്കണം. അപ്പം ഞാൻ ദൈവത്തിൻ്റെ ഖലീഫയായി പ്രവർത്തിക്കും. ഇതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇത് ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇടയിൽ പറഞ്ഞുകൊള്ളാം. ഇതേ ആശയം നമ്മുടെ ഹിന്ദു മതഗ്രന്ഥങ്ങളെന്നോ സനാതന ഗ്രന്ഥങ്ങളെന്നോ പറയുന്ന ഗ്രന്ഥങ്ങളിൽ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അല്ലേ? പടക്കം പടകൊണ്ടിരിക്കുന്നു. സത്ത് ഏകമാകുന്നു, സത്ത് ഏകമാണ്, ഒന്നേ ഉള്ളൂവെന്നാണ് പറഞ്ഞത്. വിപ്ര ബഹുധാ വദന്തി, വിപ്രന്മാർ പലതായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ, രണ്ടില്ല എന്ന് തന്നെയാണ്. ഈ 33 കോടി ദൈവങ്ങളുള്ള ആളുകളാണ് ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ. പക്ഷേ അതിൻ്റെ ഉപനിഷത്ത് സൂക്തിയുടെ അടിയിലേക്ക് പോയാൽ സദേകമേവാദ്വിതീയം, ചന്ദ്രോപനിഷത്ത് അല്ലേ? ഏകമേവാദ്വിതീയം, ഏകമാണെന്ന് മാത്രമല്ല ഏകമേവാദ്വിതീയം, സദേകമേവാദ്വിതീയം. സത്ത് ഏകമാണ്, ഏകമേവാദ്വിതീയം, രണ്ടാമതൊന്ന് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധം ഒന്നാണ്. ഈ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എന്ന് തുടങ്ങുന്ന ബൈബിളിലെ ഏകത്വ സങ്കല്പമായിട്ട് ഭാരതീയ ഹൈന്ദവ സനാതന ദർശനങ്ങൾ അടിയിൽ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ വൃഥ തസ്യസി ധനം. ഈശാവാസ്യമിദം സർവം, ഈ കാണപ്പെട്ടതിൽ മുഴുവൻ ഈശ്വരനുണ്ട്. ഈ പ്രപഞ്ചം എന്തുകൊണ്ടൊക്കെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, യത് കിഞ്ച ജഗത്യാം ജഗത്, പ്രപഞ്ചം എന്തുകൊണ്ടൊക്കെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം ഈശ്വരനെ കൊണ്ടാണ്. ഈശമാണ് ഓരോ ഘടകവും. തേന ത്യക്തേന ഭുഞ്ജീത, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. എൻ്റേതാണെന്ന് വിചാരിക്കരുത്. അടുത്ത നിമിഷം ഭുജിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ലാത്തതുണ്ട്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ 10-12 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. വാങ്ങുന്ന നമുക്ക് മാത്രം ഒരു നിമിഷത്തിൻ്റെ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകേണ്ട ആളുകളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ആരുടെയും പിടിച്ചു പറിക്കരുത്. ഇത് സ്ഥിരമാണെന്ന് വിചാരിക്കരുത്. ഇതാണ് ഈശാവാസ്യോപനിഷത്തിലെ ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ വൃഥ തസ്യസി ധനം എന്ന ആശയം. ഇത് 1000 തവണ ബൈബിൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ഉണ്ടാക്കി വെക്കുന്നില്ല, അളന്നു കൂട്ടി വെക്കുന്നില്ല, അവർ കലഹിക്കുന്നില്ല. നോക്കൂ, പ്രപഞ്ചത്തിലേക്ക് യേശുദേവൻ എത്രയോ തവണ വാതിൽ തുറന്നു കൊടുത്തു. അദ്ദേഹം 5 അപ്പം കൊണ്ട് 5000 തീറ്റിച്ചതിൽ തന്നെ ഉള്ള സന്ദേശം, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ 5 അപ്പം പോലും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താം. എനിക്ക് കോടാനുകോടി ഉണ്ടായിട്ട് ഞാൻ ലോകത്തെ തൃപ്തിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട്. യേശുദേവന്റെ എല്ലാ പ്രവൃത്തികളും പ്രതീകാർത്ഥ സ്വഭാവമുള്ളതാണ്. ശീമോന്റെ മേടയിൽ വെച്ച് പാപിനിയായ മഗ്ദലനക്കാരിയെ അവർ കൊണ്ടുവന്ന് നിർത്തി. ഇവൾ പാപം ചെയ്തിരിക്കുന്നു. മോശയുടെ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഈ പാപിനിയെ എന്ത് ചെയ്യണം എന്ന്
പ്രവാചകൻ യേശുദേവനോട് ചോദിച്ചു. യേശുദേവന് പറയാവുന്നത് നിലവിലുള്ള നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. അങ്ങനെ പറഞ്ഞാൽ യേശു എന്ന പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ, അതിവിടെ ഉള്ളതാണ്. ഒരു പുതിയ പ്രവാചകനാണെങ്കിൽ പുതിയ മറുപടി വേണം. പിന്നെ എന്ത് പറയാം? പാപം ചെയ്തവളാണെങ്കിലും അവളെ വെറുതെ വിടാമെന്ന് പറയാം. അത് സമ്മതിക്കുകയില്ല. പാപം ചെയ്ത ഒരാളെ വെറുതെ വിടാൻ ഏത് പ്രവാചകനാണ് പറയാൻ സാധിക്കുക എന്ന് തിരിച്ചു ചോദ്യം വരും. അപ്പോഴാണ് അതുവരെ ചരിത്രത്തിലില്ലാത്ത ഒരു ഉത്തരം യേശുദേവൻ ഉച്ചരിക്കുന്നത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. അതിനു മുമ്പ് അങ്ങനെ ഉത്തരവില്ല. ഈ പാപത്തിന് ഇവിടെ കാരണക്കാരാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവരാണ് വിധിക്കേണ്ട അവകാശം. ഇത് ബൈബിളിന് മുമ്പ് ഇല്ലാത്ത ഒരു ഉത്തരമാണ്. ഒരുപക്ഷെ യേശുദേവനും മറിയവും തമ്മിലുള്ള എൻകൗണ്ടർ അതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധനും അമ്രപാലിയും തമ്മിലുള്ള എൻകൗണ്ടർ അങ്ങനെയാണ്. ബുദ്ധൻ ലോകത്തിലെ എല്ലാ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ചക്രവർത്തിമാരും കാണാൻ ആഗ്രഹിച്ചിട്ടും അവരെ ഒന്നും കണ്ടില്ല. ബുദ്ധൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ബുദ്ധം ശരണം, ധർമ്മം ശരണം, സംഘം ശരണം എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നു. പക്ഷേ അമ്രപാലി എന്ന് വേശ്യ വിധിക്കപ്പെട്ടവൾ വിളിച്ചപ്പോൾ നിന്നു. നിന്റെ പാത ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബുദ്ധൻ പറഞ്ഞത്. ഏതർത്ഥത്തിലാണ്? കേഴുക കേഴുക കേഴമാൻ കണ്ണാളെ, കേഴുകോർക്ക് ആശ്വാസമേകും ദൈവമെന്ന് വള്ളത്തോൾ പറയുന്നില്ലേ ഈ മഗ്ദലന മറിയത്തിൽ? ഈ പാപം ആര് ചോദിച്ചു? പാപിനി എങ്ങനെ ലോകത്തുണ്ടായി? ഇതൊക്കെയാണ് പക്ഷേ പ്രവാചകന്മാർ പുതിയ അർത്ഥത്തിൽ കാണിക്കുന്നത്. അന്വേഷിപ്പിന് കണ്ടെത്തും. നിങ്ങൾ അന്വേഷിച്ചാലേ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. മുട്ടുവിൽ തുറക്കപ്പെടും. ഇങ്ങനെ പ്രതീകാർത്ഥ സ്വഭാവമുള്ള അനേകം വചനങ്ങളിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ, സുവിശേഷങ്ങളിലൂടെ ബൈബിൾ ഒരു വിശാലമായ സ്നേഹത്തിൻ്റെ മാനവികതയുടെ ഭൂപടം. ഇതൊരു മാനവിക പ്രവർത്തനമല്ലേ? പാപിനിയാണെന്നും വേശ്യയാണെന്നും മുദ്രകുത്തപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ ഇതിനേക്കാൾ വലുതെന്ത് ചെയ്യാൻ കഴിയും? അന്ധരെ കാണിച്ചു എന്നും മുടന്തരെ നടത്തിച്ചു എന്നും ചുങ്കം പിരിവുകാരൻ്റെ സക്കായൂസിലെ അവൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കണ്ട ചുങ്കം പിരിവുകാരൻ്റെ മുന്നിലേക്ക് ആദ്യം ഇരുന്നിൽ പോയിരുന്നു. ഒക്കെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നിന്ദിതരെ, നിരാശ്രയരെ, ദുഃഖിതരെ, പതിതരെ, ദരിദ്രരെ, അനാഥരെ നിങ്ങളുടെ കൂടെയാണ് ഞാൻ എന്ന് യേശുദേവൻ പറഞ്ഞു. 100 ആട്ടിൻകുട്ടികളിൽ 99 മടങ്ങി വന്നാലും കാണാതായ ഒരേ ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞു പോയവനാണ് നല്ല ഇടയൻ. അപ്പോൾ 100 പേരുടെ ഭൂരിപക്ഷം കൊണ്ട് ഒന്നും യഥാർത്ഥമാകുന്നില്ല. ഭൂരിപക്ഷമാണ് നമ്മളിപ്പോൾ ജനാധിപത്യത്തിലെ വ്യവസ്ഥ. പക്ഷേ അനാഥനായ ഒരു ആട്ടിൻകുട്ടിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഭരണവർഗവും നല്ല ഇടയന്മാരായി മാറുകയില്ല എന്ന് അന്ന് ജനാധിപത്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് യേശുദേവൻ കാണിച്ചു. ഞാൻ എപ്പോഴും യേശുദേവൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു ദിവസം കുരിശിലേറ്റപ്പെടുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ദൈവവും ക്രിസ്തുവും മാത്രം ഉള്ള ആ പ്രാർത്ഥനയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ എത്രയോ ദിവസങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രാർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അത് നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. അത് ക്രിസ്തു പോയ പീഡാസഹനത്തിൻ്റെ വഴികളിൽ വീണ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ദുഃഖത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശം. വീണ്ടെടുപ്പാണ്. 3-ാം ദിവസം ഉയർത്തു പോയതല്ല, ഉയർപ്പ് ഒരു വീണ്ടെടുപ്പാണ്. 3-ാം ദിവസം തൈലം പുരട്ടിയത് പോരാ എന്ന് കരുതി തൈലവുമായി ചെന്ന ആ സ്ത്രീകൾ വലിയ പാറ കൊണ്ട് അടയ്ക്കപ്പെട്ട കല്ലറ തുറന്നതായിട്ട് കണ്ടു. ക്രിസ്തുവിനെ അവിടെ കണ്ടില്ല. അവൻ്റെ മേൽവസ്ത്രം അവിടെ ഊരിയിട്ടതായിട്ട് കണ്ടു. അപ്പം ഇവിടെ ഈ ഒരു പ്രത്യാശ ആരൊക്കെ കുരിശിലെത്തിയാലും ഉയർത്തുക തന്നെ ചെയ്യും. വീണ്ടെടുപ്പുണ്ടാകും. അത് വ്യവഹാരികത്തൊരു പ്രത്യാശ. കോവിഡ് കാലത്ത് പ്രത്യാശ കിട്ടാതെയാണ് മനുഷ്യർ ബുദ്ധിമുട്ടിയത്. കോവിഡ് കാലത്ത് പട്ടിണി കിടക്കാതിരിക്കാൻ ഭക്ഷണം കൊടുത്തു, ചികിത്സയ്ക്ക് സംവിധാനം ഉണ്ടാക്കി. പക്ഷെ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യും? പ്രത്യാശയ്ക്ക് നമുക്ക് സൈമൺ മാഷ് ചെയ്തതുപോലെ വേദഗ്രന്ഥങ്ങൾ തന്നെ വായിക്കണമെന്നില്ല. ഞാൻ സാഹിത്യകൃതികൾ വായിച്ചാലും മതി എന്ന് പറയും. എഴുത്തുകാരൻ്റെ ഒരു അവകാശമാണ്. നല്ല സാഹിത്യകൃതികൾ വായിച്ചാലും നമുക്ക് പ്രത്യാശ ഉണ്ടാകും. സൈമൺ മാഷ് പ്രത്യാശയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിൾ വായിച്ചു. വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ 4 സുവിശേഷകന്മാർ 4 കാലത്ത് യേശുവിൻ്റെ നേരിട്ടുള്ള 2 ശിഷ്യന്മാരെയും, വിശുദ്ധ മത്തായിയും വിശുദ്ധ യോഹന്നാനും. വിശുദ്ധ ലൂക്ക ഒരു ശിഷ്യൻ്റെ പത്രോസിൻ്റെ ശിഷ്യൻ, പൗലോസിൻ്റെ ശിഷ്യനാണ്. ഒരാൾ പത്രോസിൻ്റെ ശിഷ്യനാണ്, മാർക്കോസ്. ഇങ്ങനെ
വേറൊരു തലമുറയിൽ നിന്നിട്ടാണ് അവർ ഈ സുവിശേഷം രേഖപ്പെടുത്തിയത്. എന്താ അത്ഭുതം! ഇതൊക്കെ ഒന്നായിരിക്കും. എങ്ങനെയാണ് അത്? ഇത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇമെയിൽ ട്രാൻസ്ഫറോ ഈ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത കാലത്ത് പല സ്ഥലങ്ങളിലിരുന്ന് എങ്ങനെയാണ് ഈ സുവിശേഷത്തെ അവർ ഒന്നായി കണ്ടത്? അവിടെയാണ് ദൈവികത എന്നൊരു ശക്തി എനിക്ക് പിന്നിലുണ്ട്. ഞാൻ ആവർത്തിച്ച് ബൈബിളിൽ വായിക്കാറുള്ള ഒരു ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകമാണ്, ജോബിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോബ്. ഇയ്യോബിൻ്റെ പുസ്തകം എല്ലാ വ്യവഹാരികളും വായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം നൽകി അനുഗ്രഹിച്ചിരുന്നു ദൈവം ഇയ്യോബിനെ. ധാരാളം കുതിരകൾ, കാളകൾ, സമ്പത്ത്, പണം എല്ലാം കുമിഞ്ഞുകൂടി. എന്നാൽ അയാൾ പരമഭക്തനായിരുന്നു, ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. അവിടെ ദൈവപുത്രന്മാർ അവനെ വാഴ്ത്തി. അവിടെ സാത്താനും വന്നു. സാത്താൻ അവിടെ നിന്ന് തിരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ, നീ എൻ്റെ പരമഭക്തനായ ഇയ്യോബിനെ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇയ്യോബ് ഒരിക്കലും എന്നിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്നത്. അപ്പോൾ സാത്താൻ ഉപദേശിച്ചു, ഇപ്പോഴവൻ വ്യതിചലിക്കുകയില്ല, കാരണം ഇഷ്ടംപോലെ അങ്ങ് കൊടുത്തിട്ടുണ്ട്, അവനില്ലാത്തതൊന്നുമില്ല, ഭൂമിയിലെ എല്ലാ സൗകര്യങ്ങളും അവൻ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് അത് തൊട്ടുനോക്കൂ, അവന് കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് പിൻവലിച്ചു നോക്കൂ, ആ നിമിഷം അവൻ നിന്നെ തള്ളിപ്പറയും. എന്നാൽ അതെല്ലാം പിൻവലിച്ചതിന് ശേഷവും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. പിന്നീട് സാത്താൻ ദൈവത്തെ കാണുമ്പോൾ, അക്ബറിന് അഭിവാദ്യം, പിന്നീട് സാത്താൻ ദൈവത്തെ കാണുമ്പോൾ സാത്താൻ പറയും, നീ സമ്പത്ത് പിൻവലിച്ചു, അവൻ്റെ ഐശ്വര്യങ്ങൾ പിൻവലിച്ചു, നീ അവൻ്റെ അസ്ഥിയിൽ തൊട്ടുനോക്കും, അവൻ്റെ ശരീരത്തിലൊന്ന് തൊട്ടുനോക്കും, അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയും. ദൈവം ഇയ്യോബിന് മഹാരോഗം, ശരീരമാസകലം പരുക്കൾ പൊന്തി മനുഷ്യനായി ജീവിക്കാൻ പറ്റാത്ത വിധം മഹാരോഗം സമ്മാനിച്ചു. ഭാര്യ വരെ പറഞ്ഞു, ഇത്രയൊക്കെ നിന്നെ ദ്രോഹിച്ച ദൈവത്തെ ഇനിയും നീ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇയ്യോബ് ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം നന്മ തന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചില്ല, തിന്മയും അതുപോലെ സ്വീകരിക്കേണ്ടതല്ലേ? ഇയ്യോബിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവം നന്മ തന്നപ്പോൾ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചില്ലേ, തിന്മയും അതുപോലെ സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പലതും പറയുന്നുണ്ട്. മനുഷ്യൻ പലതും ചെയ്യുന്നു, വെള്ളമില്ലെങ്കിൽ കുഴിച്ചെടുക്കുന്നു, അവൻ ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കുന്നു, എല്ലാം സൃഷ്ടിച്ചാലും ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെ? ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെ? വിവേകം എവിടെ നിന്ന് വരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇയ്യോബിൻ്റെ ജീവിതം. എല്ലാം ഇയ്യോബിന് ദൈവം തിരിച്ചു കൊടുക്കുന്നത് ഈ സ്ഥിതപ്രജ്ഞത കൊണ്ടാണ്. വ്യാവഹാരിക ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും, ആ ദുഃഖങ്ങളല്ല സത്യം. ഇതെല്ലാ മതങ്ങളുടെയും ഒരു മാനവിക ദർശനമാണ്. ദുഃഖങ്ങളിൽ മാത്രമല്ല ദൈവത്തെ ഓർക്കേണ്ടത്, സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ ഓർക്കണം. സുഖദുഃഖങ്ങളിൽ നിർദ്വന്ദ്വനായിരിക്കണം. ഒരു നേട്ടവും ശാശ്വതമല്ല എന്ന് അറിയാറാകണം. ഇതൊരു വലിയ കാഴ്ചപ്പാടാണ്. അത് ഒരുപക്ഷെ മുണ്ടകോപനിഷത്തിൽ ഇതിന് സമാനമായി, ഇയ്യോബിൻ്റെ പുസ്തകത്തിന് സമാനമായി ഞാൻ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുള്ള ഒരു മാനവിക പാഠം മുണ്ടകോപനിഷത്തിൽ രണ്ട് പക്ഷികളെ കുറിച്ച് പറയും. ദ്വാ സുപർണ സയുജ സഖായ, ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിശ്വാസജാതേ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തിലിരിക്കുന്നു. ഒരു പക്ഷി വ്യവഹാരിയായ പക്ഷിയാണ്, കണ്ടതൊക്കെ കൊത്തി തിന്നുന്നു, മധുരഫലം ഭക്ഷിച്ച് ആനന്ദിക്കുന്നു. ചിലപ്പോൾ പക്ഷിക്ക് കഴിക്കുന്ന ഫലം കൊത്തേണ്ടി വരും. അപ്പോൾ പക്ഷി ദുഃഖിക്കുകയും ദൈവത്തെ ശപിക്കുകയും മുകളിലിരിക്കുന്ന ഒന്നും തിന്നാതെ ഉത്താനപാതനായി പ്രപഞ്ചമഹിമാവിൻ്റെ നിറഞ്ഞ വെളിച്ചത്തിൽ ദൃഷ്ടി പായിച്ചു നിൽക്കുന്ന ആ പക്ഷിയെ നോക്കി, ഈ പക്ഷി എന്തൊരു ഭാഗ്യവാനാണ്, അവന് കയ്പും മധുരവും ഒന്നുമില്ല, അവൻ എപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുന്നു, എനിക്കാകട്ടെ കയ്പ് കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ മാത്രമേ അത് ആലോചിക്കൂ. അടുത്തൊരു മധുരഫലം ഭക്ഷിക്കുമ്പോൾ ആ കയ്പ് മറന്നു, പിന്നെ ആ പക്ഷിയെ ഓർക്കുന്നില്ല. ഇതാണ് മുണ്ടകോപനിഷത്തിലെ രണ്ട് പക്ഷികളുടെ കഥ. അവസാനം ഉപനിഷത്തുകാരൻ പറയും, നിങ്ങൾക്ക് ഈ മധുരവും കയ്പും പുളിപ്പും ഒക്കെ ശാശ്വതമായതല്ല, ഇതിൽ നിന്നൊക്കെ അതീതമായ ഒരു തരത്തിൽ ആ മുകളിലിരിക്കുന്ന പക്ഷിയോട് നീ ചേരേണ്ടി വരും. രണ്ട് പക്ഷികളില്ല. ഇത് ഇയ്യോബിൻ്റെ പുസ്തകവും പഠിപ്പിക്കുന്നു. ഇയ്യോബ് ദൈവത്തിൽ നിന്ന് വിഭിന്നനല്ല. ദൈവം നന്മ നൽകിയാലും തിന്മ നൽകിയാലും ഒരുപോലെ സ്വീകരിക്കുന്നവനാണ്, ഏത് പീഡനത്തെയും സഹിക്കുന്നവനാണ്. ഇങ്ങനെയാണ് പക്ഷേ മതഗ്രന്ഥങ്ങൾ മനുഷ്യനെ മാനവികതയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നത്. എല്ലാ പുസ്തകങ്ങളും
ഈശാവാസ്യമിതം സർവം എന്ന് വായിച്ച ഒരാൾക്ക് മതത്തിന്റെ പേരിൽ മറ്റൊരാളെ കൊല്ലാൻ പറ്റില്ല. കാരണം ദൈവമാണ് എല്ലാത്തിനും ഉള്ളത്. നിങ്ങൾ ഒരാളെ കൊന്നാൽ നിങ്ങൾ കൊല്ലുന്നത് ദൈവത്തെ തന്നെയാണ്. നിങ്ങൾ ഒരാളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ വേദനിപ്പിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അദ്വൈതമാണ് ഭാരതത്തിൽ പഠിപ്പിച്ച മറ്റൊരു ദർശനം. അഹം ബ്രഹ്മാസ്മി തത്വം അസി. ഞാൻ ഈശ്വരനാണ്, തത്വം അസി അത് നീയുമാണ്. സൈമച്ചേട്ടനും ഈശ്വരനാണ്. ഇതറിയാൻ അയമാത്മാ ബ്രഹ്മ, ഈ കാണപ്പെട്ടതൊക്കെ ഈശ്വരനാണ്. എന്നിട്ട് പറയും അതിന് വേണ്ടത് പ്രജ്ഞാനം ബ്രഹ്മ, ശുദ്ധമായ അറിവാണ്. അതുണ്ടായാൽ ഭേദചിന്തകളില്ല. നമ്മെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, ആയിരം ആയിരം മാനവഹൃദയങ്ങൾ ആയുധപുരകളാക്കി ദൈവം തെരുവിൽ മരിക്കുകയും ചെറുത്താൻ ചിരിക്കുകയും ചെയ്യുന്നത്. എൻ്റെ വരികളല്ല. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി, ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെറുത്താൻ ചിരിക്കുന്നു. നിങ്ങൾ ആയിരത്തോളം കേട്ടതാണ്. പക്ഷെ അതിൻ്റെ വരികളിൽ നിങ്ങൾ നിന്നിട്ടില്ല. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരു അവതാരങ്ങൾ എവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ആ ചിരിക്കുന്ന മതങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവരുത് എന്നാണ് സോമൻചേട്ടൻ അപേക്ഷിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കാത്ത മതമുണ്ട്. അതാണ് യഥാർത്ഥ പ്രബോധന മതങ്ങൾ. മതഗ്രന്ഥങ്ങളിൽ ഈ ഭേദചിന്തയില്ല. രണ്ടെന്ന് കണ്ടിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ശ്രീനാരായണ ഗുരുദേവൻ അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനെന്ന് സുഖത്തിനായി വരയണം. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമെന്ന തോന്നുന്നതാകിൽ അഖിലം ഞാനിരുന്ന വഴി തോന്നണമേ. ഞാനാണ് ഇതെല്ലാം എന്ന് തോന്നിയാൽ ഞാനെന്ന അഹങ്കാരമില്ലാതാവും. മുനിമാഷ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാലേ ജ്ഞാനം വരും. ഞാനെന്ന അഹങ്കാരം പോയാലേ ജ്ഞാനം വരും. യോഗത്തിന്റെ പുസ്തകത്തിൽ ചോദിക്കുന്ന ചോദ്യം എവിടെ നിന്നാണ് ജ്ഞാനം വരിക? ഞാനെന്ന അഹന്ത ഇല്ലാതാവും. പക്ഷെ മുനിമാഷ് എന്ന് പറയുന്നത് ജ്ഞാനം വന്നാലേ ജ്ഞാനം വരും. ഈ ഞാൻ എന്ന അഹങ്കാരം പോകണമെങ്കിൽ ജ്ഞാനം വരണം. ഇതൊരു വല്ലാത്ത വൈരുദ്ധ്യമാണ്. എൻ്റെ അഹങ്കാരം അവസാനിച്ചാലേ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും. യഥാർത്ഥ ജ്ഞാനം വന്നാലേ അഹങ്കാരം ഇല്ലാതെയാകും. ഇതിലേക്ക് നമുക്ക് സഞ്ചരിക്കണം. അപ്പോഴേ മനുഷ്യന്റെ അഹന്ത, മനുഷ്യന്റെ ക്രൗര്യം, വിദ്വേഷം, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഒക്കെ ഒഴിഞ്ഞു പോകും. അത് ചെയ്യാവുന്ന ഒരു കാര്യം, മതവിശ്വാസികൾക്ക് ചെയ്യാവുന്ന കാര്യം. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും യഥാർത്ഥ സാരസത്ത സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ അധിക നേരം പറഞ്ഞ ആൾക്കാർ കേൾക്കില്ല. ഒരു മിമിക്രി കാരണവരാണെങ്കിൽ ആളുകൾ കുറെ കൂടെ ആസ്വദിച്ചിരിക്കും. ഈ മഹത്തായ കാര്യങ്ങൾ 15 മിനിറ്റിൽ കൂടുതൽ പറയരുത് എന്നാണ് പ്രഭാഷകന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവസരിപ്പിക്കാം ഇത്. പക്ഷേ ഓർക്കേണ്ടത്, സൈമൺ മാഷ് എന്ന് പറയുന്ന ഒരു മഹാ ഗുരുനാഥൻ. ഗുരു എന്ന ശബ്ദം അങ്ങനെയാണ്. ഗു എന്ന ശബ്ദം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. ഗുരു തം നിരോധക ശബ്ദമാകയാൽ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്നവരാണ് ഗുരുക്കന്മാർ. അങ്ങനെ ഒരു ഗുരുവിന്റെ പരമ്പരയിലാണ് ഞാൻ ഈ സൈമൺ മാഷിനെ കാണുന്നത്. അനാദിയായ ഗുരു പരമ്പരയാണ് ഇന്ത്യയിൽ സംസ്കൃതി കൊണ്ടുവന്നത്. ഇവിടെ വേലൂരാണ് സാക്ഷാൽ അർണോസ് പാതിരി അദ്ദേഹത്തിൻ്റെ മഹത്തായ പുത്തൻപാന എഴുതിയത്. ഞാൻ പുത്തൻപാന ജ്ഞാനപ്പാനയുടെ വൃത്തമാണ്, ഒരേ വൃത്തമാണ്. ഇതൊക്കെ തമ്മിൽ തമ്മിൽ അക്ബർ എനിക്ക് പ്രത്യേകിച്ച് പറയാം. ഞാൻ ഈ മുഹ്യിദ്ദീൻ മാല കോഴിക്കോട് മൽഹാദി എഴുതിയത്. മുഹ്യിദ്ദീൻ മാല എഴുതി 10 വർഷം കഴിഞ്ഞിട്ടാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ താരതമ്യം മുഹ്യിദ്ദീൻ മാല കേൾക്കുന്നതാണ്. ഓടും പുഴയോടും ഒഴുകുന്ന ആറോടും പോരും അതെന്നോരെ പോരിച്ചു കൊണ്ടോവർ കരിയില്ലാത്താരം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന്മേൽ എഴുത്തച്ഛൻ്റെ വൃത്തമാണ് തന്നെ, കാകളി തന്നെ. ഇത് കിടപ്പാടത്തെ പക്ഷെ പരിശോധിക്കണ്ട. നാളെ പുലർക്കാലെ ചെല്ലുന്നതുണ്ട് ഞാൻ നാളീകനെ തന്നെ കൊണ്ടിരുന്നു പോലും കാകളിയാണ്. ഇതുപോലെ പറ്റത്തില്ല.
തിരിച്ചും ചൊല്ലാം. നാളെ പുലർക്കാലെ ചെല്ലുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിന് പോരുവാൻ. ഇത് 16-ാം നൂറ്റാണ്ടില്ല. അതിനു മുമ്പ് കുറത്തി വൃത്തം എന്ന് പറയുന്ന കീഴാളമാക്കപ്പെട്ട വൃത്തമുണ്ടല്ലോ. ശ്രീഭുവനം നാടു തോറും നാടു നല്ല ദേശം കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോളൂ തൻ ഭക്തനായ നൽകുറവൻ കേട്ടുകൊണ്ടാവ. നമ്മുടെ പഴയ പാട്ടുകൾ മുഴുവൻ ഈ വൃത്തത്തിലാണ്. മാപ്പിളപ്പാട്ട് പുറത്തിനാലും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി ഫാത്തിമാവി 10 പെറ്റാൽ 1 പെറ്റ മേനി എന്നത് ചില്ലെന്നും ചിലെന്നും കാൽപദത്തിൻ ദോഷ കോശകേട്ടി മാമലിയ അങ്ങനെ എല്ലാവരും പറയും മത്സരം ചൊല്ലിയത്. ചില്ലെന്നും ചിലെന്നും കാൽപദത്തിൻ ദോഷ കോശകേട്ടി മാമലിയ പിന്തിരിഞ്ഞ് നോക്കി. മാർഗംകളിപ്പാട്ടിലൊരു പ്രധാനപ്പെട്ട വൃത്തം ഈ വൃത്തമാണ്. മാർഗംകളിയുണ്ട്. മാർഗംകളി ഏത് മതക്കാരെ നോക്കിയിട്ടല്ല, ഇത് അടിസ്ഥാന താളമാണ്. ജ്ഞാനപ്പാനയുടെ വൃത്തമാണ് അർണോസ് പാതിരി സ്വീകരിച്ചത്. മോയിൻകുട്ടി വൈദ്യരുടെ വൃത്തമാണ് ചങ്ങമ്പുഴ സ്വീകരിച്ചത്. പൂമകളാണ് പുന്നാരെ താളം കണ്ടേ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തി മുങ്ങി ഞാൻ പാട്ടിലേക്ക് വന്നത് പ്രസംഗം അവസാനിപ്പിക്കാം. ഇത് ഏകത്വമാണ്, രണ്ടല്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന 4 പടികൾ അദ്വൈതത്തിലേക്കാണെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന ബൈബിൾ വചനം അവൻ അറിയാതെ ഉളവായതൊന്നും അവൻ അറിയാതെ ഉളവായതല്ല എന്ന ജ്ഞാനം ഈ ഏകത്വത്തിലേക്കാണ്. തന്നെ കാണാൻ വന്ന സ്ത്രീയോട് യേശുദേവൻ പറഞ്ഞു, ആ മലയിലും ഈ മലയിലും ജെറൂസലേമിലുമല്ല, നിന്റെ ഹൃദയത്തിലാണ് സ്വർഗരാജ്യം. നീ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി. നിന്റെ ഹൃദയത്തിൽ സ്വർഗരാജ്യമുണ്ട്. അതവിടെ വെച്ച് കുങ്കുമത്തിൻ്റെ ബന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്നത് പോലെ നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മിലുണ്ട് ഈ സത്യം. അത് സ്നേഹമാണ്. അതാണ് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറഞ്ഞത്. ദൈവം സ്നേഹമാകുന്നു. കുറിന്തർക്കുള്ള കത്തുകളിൽ സ്നേഹം ദ്വേഷിക്കുന്നില്ല, വെറുക്കുന്നില്ല, വിധിക്കുന്നില്ല, കൽപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തു തന്നെ നേടിയാലും നിങ്ങളിൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം മുഴങ്ങുന്ന ചെങ്ങിലത്തിൻ്റെ ശബ്ദം പോലെ ഒരു മുഴക്കം മാത്രമായി അവസാനിപ്പിക്കരുത്. തീർച്ചയായും അത് അറിയാനുള്ള ഒരു വലിയ വിവേകം അങ്കുലിപ്പിക്കാൻ സൈമൺ മാസ്റ്ററെ പുസ്തകത്തിന് സാധിക്കേണ്ടതാണ്. പുസ്തകത്തിന് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് വായിക്കണം. പറ്റുമെങ്കിൽ ഇത് വാങ്ങി വായിക്കണം. ഞാൻ പ്രകാശനത്തിന് മുമ്പ് പറയുകയാണ്, നിങ്ങൾ ഈ പുസ്തകം വാങ്ങി വീട്ടിൽ വെച്ചാൽ ദോഷമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ആ പുസ്തകത്തിൽ ചെലവാക്കുന്ന പണം നഷ്ടപ്പെടുകയില്ല. എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് വന്നാൽ അത് നഷ്ടപരിഹാരം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞാൻ അങ്ങനെയെങ്കിലും പറയാം. അങ്ങനെ വായിക്കണം. തീർച്ചയായും ഞാൻ അവസരപ്പിച്ചത് ഈ അഹം ബ്രഹ്മാസ്മി ബൈബിളിലെ വചനവും പോലെ തന്നെയാണ്. ജലാലുദ്ദീൻ റൂമി ടു ഹെവൻ അപ്രോച്ച് ദ സൂഫി സയൻസ് എന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. മരിച്ചു സ്വർഗത്തിൽ ചെന്ന സൂഫിയോട് ദൈവം ചോദിച്ചു, ആരാണ്? ഞാനാണ് പ്രഭു എന്ന് പറഞ്ഞപ്പോൾ സൂഫി സ്വർഗഭ്രഷ്ടനായി. വീണ്ടും സൂഫി സ്വർഗത്തിൽ ചെന്നപ്പോൾ വീണ്ടും ദൈവം ചോദിച്ചു, ആരാണ്? ഞാനാണ് പ്രഭു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സ്വർഗഭ്രഷ്ടനായി. മൂന്നാമതും സൂഫി സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, ആരാണ്? നീ തന്നെയാണ് പ്രഭു. അനൽ ഹക്ക്. അനൽ ഹക്കും അഹം ബ്രഹ്മാസ്മിയും ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരുടെ സത്യബോധവും ഒന്ന് തന്നെയാണ്. അതാണ് മാനവികത. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. രണ്ടായി കാണപ്പെടുന്നു, മൂന്നായി കാണപ്പെടുന്നു, പലതായി കാണപ്പെടുന്നു. ഈ ബഹുസ്വരതയിൽ, ഈ നാനാത്വത്തിൽ ഒരു ഏകത്വമുണ്ട്. ആ ഏകത്വമാണ് സത്യം. ആ സത്യമാണ് സ്നേഹം. ആ സ്നേഹമാണ് ഈശ്വരൻ. അതാണ് മാനവികതയ്ക്ക് പ്രയോജനപ്പെടുക. സൈമൺ മാഷ്ക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ കവി ആയതുകൊണ്ട് എൻ്റെ കവിതയല്ല, ടാഗോർ സൈമൺ മാഷെക്കുറിച്ച് നേരത്തെ എഴുതി വെച്ച 8 വരി മാഷ്ക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ടു അവസരിപ്പിക്കാം. ഇതെൻ്റെ അല്ല, ടാഗോർ ഇന്ത്യയുടെ കാവൽക്കാരനായിരുന്ന മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച രണ്ട് ഗീതങ്ങളാണ്. അത് സൈമൺ മാഷിന്റെ കർമ്മത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇത് പൂർണ്ണമായ പ്രവൃത്തിയല്ല. അദ്ദേഹം പറയുന്നത് ഇനിയും ഈ വഴിയിൽ പുസ്തകങ്ങൾ വരും. അതിലേക്കുള്ളൊരു ആശംസയാണ്.
പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവൂ ഞാൻ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ ഉക്കൊഴുക്കു വറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. എന്നറിവൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ലെന്നറിവൂ ഞാൻ. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം ഒന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. എന്നറിവൂ ഞാൻ. ജീവിതത്തിൽ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലമായി പോയില്ല എന്നറിവൂ ഞാൻ. സൈമോശം ചെയ്തതൊന്നും വിഫലമായിട്ടില്ല. പൂർണ്ണമായില്ലെങ്കിലും പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യം. ആ പരിപൂർണ്ണ കാലസ്വരൂപ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഈ പുസ്തകം പ്രകാശിപ്പിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ അരങ്ങ് ഒഴിയുകയാണ്. പുസ്തക പ്രകാശനത്തിനായി നമ്മുടെ വിശിഷ്ട അതിഥികൾ വന്നവരെ എൻ്റെ നിലയ്ക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്